പ്രേക്ഷകർ അറിയേണ്ടത് അതിൻ്റെ ഒരു കെട്ടിടം ഒരു കോർട്ട്യാർഡ് പോലെയാണ്, ഒരു നാലുകെട്ട് പോലെ. അതിൻ്റെ ആ ഭാഗത്ത് ഗ്രില്ലുകൾ ഉണ്ടായിരുന്നു. അവിടെ JCB ഒന്നും ഉള്ളിലേക്ക് വരിക മാത്രമല്ല, ഉള്ളിലുള്ള പാസഞ്ചിലേക്ക് JCB വരില്ല. അതുകൊണ്ട് JCB അവിടെ എത്തിയിട്ടും ഒരു അരമണിക്കൂറോളം വൈകിയിട്ടുണ്ട്. കാരണം ആ ഗ്രില്ല് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ടാണ് ഈ JCB ഉള്ളിലേക്ക് വരുന്നത്. കൈകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുക സാധ്യമല്ല, കാരണം വലിയ ബീമുകളൊക്കെ ആയിരുന്നു ഇടിഞ്ഞു വീണത്. അതുകൊണ്ട് ഏകദേശം ഒരു 45 മണിക്കൂറിൻ്റെ വൈകൽ അവിടെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം JCB വരാൻ അത്രയും വൈകിയിട്ടുണ്ട്. പക്ഷേ JCB വന്നിട്ടും രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണം ആ സ്ട്രക്ചറാണ്, കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ കൂടിയാണ്. രക്ഷാപ്രവർത്തനം വൈകാൻ ഇടയായതിൽ ആരോഗ്യമന്ത്രി പറഞ്ഞതിൽ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്ന് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനാണ് അവിടെ ആദ്യം എത്തുന്ന വാസൻ സാറുമായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കറിയാം അവിടുത്തെ ആ ഒരു വലിയ ബഹളം, നമ്മൾ ഓടി അവിടെ വരുന്നേ ഉള്ളൂ, എല്ലാവരും ആൻഷ്യസ് ആണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ കൂടി നിന്നവരോട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ആരും അടിയിൽ പെട്ടിട്ടില്ല. ഒരാളുണ്ടോ എന്ന ഒരു സംശയം പറയുന്നു. അതോടൊപ്പം ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. മറ്റേ സൈഡിലുള്ള പൂട്ടിയിട്ടിരുന്ന ഡോറുകൾ പൊളിച്ച് ഇതിൻ്റെ അകത്ത് കയറി നോക്കിയിരുന്നു. അപ്പോൾ അവരെല്ലാവരുടെയും അഭിപ്രായത്തിൽ അകത്താരും ഉള്ളതായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്തെങ്കിലും കാരണവശാലും കയറിയാലും ആൾ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് സ്ലിപ്പ് ചെയ്ത് പുറത്തേക്കേ പോരുള്ളൂ. സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനാണ് പറഞ്ഞത് ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞതും. ഓക്കെ, ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും സൂപ്രണ്ട് ഏറ്റെടുക്കുകയാണ്. പക്ഷേ സൂപ്രണ്ട് അല്ലല്ലോ, ഇത്തരം ദുരന്തമുഖത്ത് ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. കാര്യം സൂപ്രണ്ടിന് ഇതിൽ ടെക്നിക്കലായിട്ട് വലിയ നോഹ ഉണ്ടാകണമെന്നില്ല, മന്ത്രിക്കും തീരെ ഉണ്ടാകണമെന്നില്ല. അപ്പോഴും വലിയ അനാസ്ഥ കാരണം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് എന്ന ചോദ്യം ബാക്കിയാണ്. അലീഖ് ബഷായി ഉണ്ട് നമുക്കൊപ്പം. അലീഖ് ബഷാ, എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാകാനുള്ള കാരണം ആദ്യഘട്ടത്തിൽ സൂപ്രണ്ട് അടക്കമുള്ളവർ മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിച്ചത്, അഥവാ അത് സൂപ്രണ്ടിന് പോലും അറിയില്ലായിരുന്നു അതിനിടയിൽ ഒരാൾ കിടപ്പുണ്ടായിരുന്നു എന്നുള്ളത്. അത് രക്ഷാപ്രവർത്തനത്തിന് മന്ദഗതിയിലാക്കി. ആ സമയത്ത് തന്നെ JCB മറ്റു ഉപകരണങ്ങളും ഒക്കെ അവിടെ കൊണ്ടെത്തിച്ചിരുന്നെങ്കിൽ 1 മണിക്കൂർ മുൻപേ നമുക്ക് ബിന്ദുവിനെ പുറത്തെടുക്കാൻ കഴിയുമായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി കെട്ടിടത്തിൻ്റെ ഘടനയും രക്ഷാപ്രവർത്തനം തടസ്സമായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സൂപ്രണ്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണോ അലീഖ് ബഷാ? അരുൺകുമാർ, ഒരു ന്യായീകരണങ്ങളും സ്വീകാര്യമല്ല എന്നുള്ളതാണ് ബിന്ദുവിന്റെ മരണത്തിനിടയാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുക. കാരണം ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള സമയതാമസം ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. 10:30 നടക്കുന്ന അപകടത്തിൽ 2 മണിക്കൂറിന് മുകളിലുള്ള സമയം ഈ ബീമിനടിയിൽ ഇങ്ങനൊരു മനുഷ്യനുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി വന്നുള്ളതാണ്. ഈ കാലതാമസത്തിന് ഏറ്റവും പ്രധാന കാരണത്തിനിടയാക്കിയത് ഇപ്പോൾ പറഞ്ഞ സൂപ്രണ്ട് ഏറ്റെടുത്തു എന്ന് പറയുന്ന ആ പരാമർശം, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പരാമർശമാണ്. അതായത് 2 പേർക്ക് സാരമായി പരിക്കേറ്റു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അവിടെ മറ്റാളുകളില്ല എന്നുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നടത്തിയ പരാമർശമാണ്. ഈ പരാമർശത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നാണ് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ വന്ന നിരുത്തരവാദപരമായ സമീപനം അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും അത് ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്താതെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ശാസ്ത്രീയമായ ഒരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇതിനടിയിൽ ഇനി ആരുമില്ല എന്ന് അവർക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ അദ്ദേഹം സൂപ്രണ്ട് സ്ഥാനത്തിരിക്കാൻ അർഹനാണോ എന്ന കാര്യം ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും ഗുരുതരമായ ഒരു അപകടമുണ്ടായ സാഹചര്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ മറ്റു എത്രയോ ജില്ലകളിൽ നിന്നും അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയിൽ ഇത്രയും 3 നിലയിലുള്ള ഒരു കെട്ടിടം തകർന്നു വീണിട്ട് അതിന്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ഉൾപ്പെടെ ഔദ്യോഗികമായ ഒരു പരാമർശം ഇത്തരത്തിൽ നടത്തി എന്നുള്ളത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. ഈ പരാമർശം ഏതെങ്കിലും നിലയിൽ ഈ പറയുന്ന ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിൽ കാലതാമസം വരുത്തിയിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. അത് വല്ലാത്തൊരു കുറ്റകൃത്യം തന്നെയാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബിൽഡിംഗിന്റെ സ്ട്രക്ചറാണ്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ആ പരാമർശം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തി. ഒരു അപകടം ഉണ്ടായാൽ വാഹനത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് ദ്രുതഗതിയിൽ എത്താൻ കഴിയില്ലെങ്കിൽ എന്ത് സുരക്ഷയാണ് കെട്ടിടത്തിനുള്ളത് എന്നതാണ് ചാണ്ടി ഉമ്മൻ പ്രധാനമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച ചോദ്യം. അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. ഒരു JCBക്ക് അവിടേക്ക് കടന്നെത്താൻ സാധിച്ചില്ല. പിന്നീട് ഗേറ്റ് തകർത്ത ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഗേറ്റ് തകർത്ത ആശുപത്രിയുടെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് JCB എത്തിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതെല്ലാം അതിഗുരുതരമായ വീഴ്ചയാണ്, ഗുരുതരമായ അനാസ്ഥയാണ്. ഈ കെട്ടിടം ഉപയോഗശൂന്യമാണ്, ആരും ഉപയോഗിക്കാറില്ല എന്ന പരാമർശമാണ് മന്ത്രി ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ നടത്തിയത്. അങ്ങനെയെങ്കിൽ ഈ രോഗികൾ എങ്ങനെ അറിയും, ബൈസ്റ്റാൻഡർമാർ എങ്ങനെ അറിയും ഈ കെട്ടിടം ഉപയോഗിക്കാൻ പാടില്ലെന്ന്? ഒന്നുകിൽ അതിന് കൃത്യമായ നിർദ്ദേശം നൽകണം, അല്ലെങ്കിൽ അവിടെ കൃത്യമായ ഒരു സൈൻ ബോർഡ് ഉണ്ടാകണം. ഇതൊന്നുമില്ലാതെ ഒരു ജീവൻ കുരുതി കൊടുത്ത ശേഷം ഇത് ഈ ഉപയോഗശൂന്യമായി കിടന്ന കെട്ടിടമായിരുന്നു എന്നെല്ലാം ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, ഒഫീഷ്യലായിരിക്കുന്ന ആശുപത്രിയുടെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കൃത്യമായ വീഴ്ച ബിന്ദുവിന്റെ ജീവൻ അപഹരിച്ച ഈ അപകടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വന്നിട്ടുണ്ട്. മന്ത്രിക്ക് ആ പരാമർശം നടത്തിയിടത്ത് വന്നിട്ടുണ്ട്. കൃത്യമായ പരിശോധന വേണം. ഏത് നിലയിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനൊക്കെ ഇവർക്ക് കഴിഞ്ഞത്
ഒരു പരിശോധനയുടെയും ശാസ്ത്രീയമായ കണ്ടെത്തലിന്റെയും അടിത്തറയില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇനി ആരും അവശേഷിക്കുന്നില്ല എന്ന് പറയാൻ കഴിഞ്ഞതൊക്കെ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ബിന്ദുവിന്റെ ജീവൻ അപഹരിച്ച ഈ അപകടം, അതിൽ കൃത്യമായ കൃത്യവിലോപം അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ആ പരാമർശത്തിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട് എന്നത് അരുൺ. താങ്ക് യു. അലി അക്ബർ ഷയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ വരുന്നതിന് മുൻപ് തന്നെ ഈ ചാടിക്കേറി പറയുമ്പോൾ സംഭവിക്കുന്ന പാളിച്ചകളാണ്. പ്രത്യേകിച്ച് മന്ത്രിമാർ പ്രത്യേകം ജാഗ്രത എടുക്കണം. അതിനുള്ളിൽ ആളുകളുണ്ടോ, സംശയമുണ്ടോ, നമുക്കൊന്ന് തിരക്കി നോക്കാം എന്നാണ് പറയേണ്ടിയിരുന്നത്. അതിലാരുമില്ല എന്ന മട്ടിലുള്ള പ്രതികരണം നടത്തി പോവുക. അതേപോലെ ആ ടോയ്ലറ്റ് ആരും ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുക. യഥാർത്ഥത്തിൽ വാസ്തവം അതായിരുന്നില്ലല്ലോ. 10ാമത്തെ വാർഡിലുണ്ടായിരുന്ന സർജറി കഴിഞ്ഞിരിക്കുന്ന ആളുകൾ ആ വാർഡിലെ ഈ ടോയ്ലറ്റുകൾ 2 ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് വാസ്തവമാണെന്നിരിക്കെ പൂട്ടിയിട്ട് ടോയ്ലറ്റാണ് പറഞ്ഞതും ഈ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് കുറച്ചുകൂടി കരുതലോടുകൂടി പറയുക. അതല്ലെങ്കിൽ പരിശോധിക്കട്ടെ, നമുക്കെല്ലാം നോക്കാം എന്ന് പറയേണ്ടതിന് പകരം ചാടിക്കേറി കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചതാണ് ഇത്രയും രക്ഷാപ്രവർത്തനത്തെ മന്ദഗതിയിലാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തൽ.